നമസ്കാരം. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തീവ്ര ദേശീയതയുടെയും രാജ്യസ്നേഹത്തിന്റെയും കുത്തക അവകാശപ്പെടുന്ന ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടയാളങ്ങൾ മായ്ക്കാൻ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭൂതകാലം പരിശോധിച്ചാൽ വലിപ്പമേറിയ വൈരുദ്ധ്യങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെഴുതാൻ സംഘപരിവാറിന് എത്ര തന്നെ ശ്രമിച്ചാലും ചരിത്രരേഖകൾ ഇന്നും അവരെ നോക്കി പല്ലിളിക്കാറുണ്ട്. ഭാരതത്തിലെ ജനത മുഴുവൻ ജാതിക്കും മതത്തിനും അതീതമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ജീവൻ പണയം വെച്ച് പോരാടിയപ്പോൾ ആ സമരഭൂമിയിൽ എവിടെയും ഈ ദേശീയവാദികളെ ആരും കണ്ടിരുന്നില്ല. അക്കാലത്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി നൽകുന്നതിലും സ്വന്തം സംഘടന കെട്ടിപ്പടുക്കുന്നതിലും വ്യാപൃതരായിരുന്നവർ പതിറ്റാണ്ടുകൾക്ക് ശേഷം ബാബരി മസ്ജിദ് തകർക്കാനും വർഗീയ ധ്രുവീകരണം നടത്താനും അണിനിരന്നെത്തിയ ആൾക്കൂട്ടങ്ങളിലാണ് തങ്ങളുടെ പൗരുഷം തെളിയിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഒരു തുള്ളി ചോരയോ വിയർപ്പോ ഒഴുക്കാതെ ഒരു വിഭാഗം ഇന്ന് രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ ഉറക്കെ സംസാരിക്കേണ്ട ചില ചരിത്ര സത്യങ്ങളുണ്ട്. ആ കറുത്ത അധ്യായങ്ങൾ വരും തലമുറകൾക്കായി വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടത് മതേതര ഇന്ത്യയുടെ നിലനിൽപ്പിന് അനിവാര്യവുമാണ്. ചരിത്രത്തെ തെരഞ്ഞെടുത്ത് വായിക്കുകയും സൗകര്യപ്രദമായ ഭാഗങ്ങൾ മാത്രം ഉയർത്തി കാണിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സമീപനങ്ങൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുമെന്നതിനാൽ വസ്തുതകളെ വിമർശനാത്മകമായി പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ പൗരന്റെയും കൂടിയാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് സംസാരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ രാജ്യസ്നേഹം നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഈ സംഖ്യകൾ ആ സമയത്ത് എവിടെയായിരുന്നു? 1925 വിജയദശമി നാളിൽ KB ഹെഡ്ഗോവർ രാഷ്ട്രീയ സ്വയം സേവക് സംഘം സ്ഥാപിച്ചത് മുതൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് അവർ ബോധപൂർവം അകലം പാലിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യം മുഴുവൻ ഇളക്കി മറിഞ്ഞ വൻ ജനകീയ മുന്നേറ്റങ്ങളായ ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും ഒക്കെ കൊടുങ്കാറ്റായി വീശിയടിച്ചപ്പോൾ RSS തങ്ങളുടെ അണികളോട് വീട്ടിലിരിക്കാനാണ് അന്ന് ആഹ്വാനം ചെയ്തതെന്ന് ഓർക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നതിനേക്കാൾ തങ്ങളുടെ ഊർജവും സമയവും സംഘടനയുടെ ശാഖകൾ വളർത്താൻ ഉപയോഗിക്കണമെന്നായിരുന്നു അവരുടെ പ്രഖ്യാപിത നയം പോലും. രണ്ടാം RSS മേധാവിയായ MS ഗോൾവാക്കർ തന്റെ വിചാരധാര എന്ന പുസ്തകത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയുമാണ് രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അല്ലാതെ ഇന്ത്യയെ കൊള്ളയടിച്ച ബ്രിട്ടീഷുകാരെ അല്ല എന്നത് നമ്മൾ ഓർക്കണം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് മനുഷ്യർ ജയിലറകളിൽ ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം തങ്ങളുടെ സംഘടനയുടെ വളർച്ചയെ ബാധിക്കുമെന്ന് ഭയന്ന് മാറി നിന്ന ഈ നിലപാട് ഇന്നും അവരുടെ ചരിത്രത്തിലെ മായ്ക്കാൻ കഴിയാത്ത വലിയൊരു കറയായിട്ടിരിക്കുകയാണ്. സംഘപരിവാർ തങ്ങളുടെ വലിയൊരു പ്രത്യയശാസ്ത്ര പിതാവായി ആദരിക്കുകയും വീർ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന VD സവർക്കറുടെ, അതായത് വിനായക് ദാമോദർ സവർക്കറുടെ ചരിത്രം പരിശോധിച്ചാൽ ബ്രിട്ടീഷ് ദാസ്യവേലയുടെ നേർചിത്രം നമുക്ക് കാണാം. വിപ്ലവ പ്രവർത്തനങ്ങളുടെ പേരിൽ ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ അടയ്ക്കപ്പെട്ട സവർക്കർ അവിടെ അനുഭവിച്ച കഠിനമായ ശിക്ഷകൾ ഭയന്ന് ബ്രിട്ടീഷ് അധികാരികൾക്ക് ഒന്നിലധികം തവണയാണ് മാപ്പപേക്ഷകൾ എഴുതി നൽകിയത്, തന്നെ ജയിൽ മോചിതനാക്കണമെന്ന് പറഞ്ഞ്. എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചാൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ നയങ്ങൾക്കൊപ്പം നിൽക്കാമെന്നും ഇന്ത്യയിലെ യുവാക്കളെ വിപ്ലവ പാതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് ബ്രിട്ടീഷ് താല്പര്യങ്ങൾ സംരക്ഷിക്കാമെന്നും സവർക്കർ തന്റെ കത്തുകളിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ഈ മാപ്പ് അപേക്ഷകൾ അംഗീകരിച്ച് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയും കൃത്യമായ പെൻഷൻ അനുവദിക്കുകയും ചെയ്തു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം സവർക്കർ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ ഒന്നും പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് ഇന്ത്യൻ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുക കൂടിയാണ് ഉണ്ടായത്. ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും ബ്രിട്ടീഷ് തൂക്കുമരങ്ങളെയും തോക്കുകളെയും നെഞ്ചുവിരിച്ച് നേരിട്ടപ്പോൾ മാപ്പെഴുതി നൽകി രക്ഷപ്പെട്ട സവർക്കറെയാണ് ഇന്ന് സംഘപരിവാർ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വിപ്ലവകാരിയായിട്ട് അവതരിപ്പിക്കാൻ നോക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സംഭാവനയും നൽകാത്ത പ്രസ്ഥാനം സ്വാതന്ത്ര്യ ഇന്ത്യക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വധമായിരുന്നു. ആത്മീയതയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങളുമായി രാജ്യത്തെ ഒന്നിപ്പിച്ചു നിർത്തിയ ഗാന്ധിയെ 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ വെടിയുതിർത്തു കൊന്നു. ഗോഡ്സെ ഒരു മുൻ RSS പ്രവർത്തകനായിരുന്നു എന്നതും സവർക്കറുടെ ആശയങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു എന്നതും ചരിത്രപരമായ ചർച്ചകളിൽ വ്യാപകമായി ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളാണ്. ഗാന്ധി വധത്തെ തുടർന്ന് അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ RSSനെ രാജ്യത്ത് നിരോധിക്കുകയും പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടില്ലെന്നും ഇന്ത്യയുടെ ഭരണഘടനയെയും ത്രിവർണ പതാകയെയും അംഗീകരിക്കുമെന്നുള്ള ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് നിരോധനം നീക്കപ്പെടുകയും ചെയ്തത്. എന്നാൽ ചരിത്രത്തിൽ നൽകിയ ആ ഉറപ്പുകളെല്ലാം കാറ്റിൽ പറത്തിയാണ് പിൽക്കാലത്ത് അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിച്ചത് എന്ന വിമർശനം ഇന്നും ശക്തമായിട്ട് ഉയർന്നു നിൽക്കുന്നു. ത്രിവർണ പതാകയോടുള്ള വിദ്വേഷവും നാഗ്പൂരിലെ വിയോജിപ്പും ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ്. ഇന്ന് രാജ്യസ്നേഹത്തിന്റെ പേരിൽ മറ്റുള്ളവരെ വിചാരണ ചെയ്യുന്ന സംഘപരിവാർ ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാകയെ അംഗീകരിക്കാൻ പതിറ്റാണ്ടുകളോളം വിമുഖത കാണിച്ചവരാണ്.
മൂന്ന് നിറങ്ങളുള്ള പതാക രാജ്യത്തിന് ദോഷം ചെയ്യുമെന്നും അത് ഒരൊറ്റ ഹിന്ദു രാഷ്ട്രത്തിന്റെ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നും പറഞ്ഞ് തങ്ങളുടെ മുഖപത്രമായ ഓർഗനൈസറിലൂടെ അവർ പതാകയെ പരസ്യമായി അപമാനിച്ചു. കാവി പതാക മാത്രമാണ് ഇന്ത്യയുടെ ദേശീയ പതാക ആകേണ്ടത് എന്നതായിരുന്നു അവരുടെ കടുംപിടുത്തം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 52 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്താൻ അവർ തയ്യാറായിരുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഒടുവിൽ 2002 മാത്രമാണ് നിയമപരമായ സമ്മർദ്ദങ്ങൾക്കും കടുത്ത ജനവികാരത്തിനും വഴങ്ങി അവർ തങ്ങളുടെ ആസ്ഥാനത്ത് ഔദ്യോഗികമായി ദേശീയ പതാക ഉയർത്തിയത്. ഈ രീതിയിൽ പതാകയെയും ഭരണഘടനയെയും രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളെയും നിഷേധിച്ച ഒരു ചരിത്രമാണ് സംഘപരിവാറിന് എന്നു പറയാനുള്ളത്. ബ്രിട്ടീഷ് കോളനി ഭരണത്തിന്റെ അടയാളങ്ങൾ മാറ്റാൻ ഇന്ന് നടത്തുന്ന കോലാഹലങ്ങൾ യഥാർത്ഥത്തിൽ തങ്ങളുടെ ഭൂതകാലത്തെ വഞ്ചനകളും ഒത്തുതീർപ്പുകളും ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമായിട്ടേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ബാബറി മസ്ജിദ് തകർക്കാനും രാജ്യത്ത് ഗോ സംരക്ഷണത്തിന്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്താനും ഗുണ്ടകളെ അണിനിരത്തിയവർക്ക് രാജ്യത്തിന്റെ അതിരുകൾ കാക്കാനോ സ്വാതന്ത്ര്യം നേടിത്തരാനോ പോരാടിയ കർഷകരുടെയും സാധാരണക്കാരുടെയും വികാരങ്ങൾ മനസ്സിലാകില്ല. 1925 മുതൽ അവർ കാണിച്ച ഈ വഞ്ചനയുടെയും മൗനത്തിന്റെയും ചരിത്രം ഇന്ന് ഉറക്കെ സംസാരിക്കേണ്ടത് തന്നെയാണ്. രാജ്യത്തിന്റെ ചരിത്രം തിരുത്തി എഴുതാൻ എത്ര വലിയ ശ്രമങ്ങൾ നടത്തിയാലും സ്വാതന്ത്ര്യ സമരത്തിൽ സംഘപരിവാർ പുലർത്തിയ ആ കറുത്ത നിസ്സംഗതയും രാജ്യദ്രോഹപരമായ നിലപാടുകളും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാൻ പോകുന്നില്ല. സ്വാതന്ത്ര്യ സമരകാലത്തെ തങ്ങളുടെ ഈ വലിയ ശൂന്യതയും പരാജയങ്ങളും മറച്ചു വെക്കാനാണ് ഇന്ന് സംഘപരിവാർ രാജ്യത്ത് പുതിയ സാങ്കല്പിക ശത്രുക്കളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ബ്രിട്ടീഷുകാരുമായി സന്ധി ചെയ്ത് ചരിത്രമുള്ളവർക്ക് ഇന്ന് പൗരന്മാരുടെ ദേശസ്നേഹം അളക്കാനുള്ള യാതൊരു ധാർമ്മിക അവകാശവുമില്ല. ഒരു ജനത തങ്ങളുടെ ചോരയും ജീവനും നൽകി കെട്ടിപ്പടുത്ത മതേതര ഇന്ത്യയുടെ ഭരണഘടനയെയും ജനാധിപത്യ സ്ഥാപനങ്ങളെയും തകർക്കാനാണ് ഇന്നവർ തീവ്രദേശീയതയുടെ മറവിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ചരിത്രം മായ്ച്ചു കളയാൻ ഇന്ന് അക്കാദമിക് പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധി വധത്തിന്റെ ഭാഗങ്ങളും RSS നിരോധനത്തിന്റെ രേഖകളും അവർ വെട്ടിമാറ്റുന്നുണ്ടാകാം. എന്നാൽ ചരിത്രം വെറും പുസ്തകത്താളുകളിൽ മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങളുടെ കൂട്ടായ ഓർമ്മകളിലും ജീവിക്കുന്നുണ്ട്. ബാബറി മസ്ജിദ് തകർക്കാനും വർഗീയ സംഘർഷങ്ങൾ അഴിച്ചുവിടാനും കാണിച്ച വീര്യം എന്തുകൊണ്ട് അന്ന് ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾക്കെതിരെ കാണിച്ചില്ല എന്ന ചോദ്യത്തിന് മുന്നിൽ ഇന്നും സംഘപരിവാറിന് പറയാൻ യാതൊരു മറുപടിയുമില്ല. ഭൂതകാലത്തിലെ വഞ്ചനകളുടെ കറ കഴുകി കളയാൻ ഇന്നത്തെ വ്യാജമായ വലിയ പ്രസംഗങ്ങൾക്കോ ബ്രിട്ടീഷ് അടയാളങ്ങൾ മാറ്റുന്ന നാടകങ്ങൾക്കോ കഴിയില്ല. ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിക്കാൻ വരാനിരിക്കുന്ന തലമുറകൾക്ക് മുന്നിൽ ഈ വഞ്ചനയുടെ ചരിത്രം ഭയമില്ലാതെ ഉറക്കെ വിളിച്ചു പറയുക എന്നത് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും കടമയാണ്. കാരണം ചരിത്രം മറക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സമൂഹം അതേ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയിലേക്ക് നീങ്ങും. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ യഥാർത്ഥ ചരിത്രവും അതിൽ ആരൊക്കെ എന്ത് പങ്കുവഹിച്ചു എന്നതും വസ്തുതകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ നിരന്തരം പരിശോധിക്കുകയും പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യേണ്ടത് ജനാധിപത്യ ഇന്ത്യയുടെ ഭാവിക്ക് അത്യന്താപേക്ഷിതം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഞാനിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എന്ന് ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കണേ.